ഹലോ എവരിവൺ. മെട്രോ പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയുടെ പരീക്ഷാ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത്, കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 കുളച്ചൽ യുദ്ധം നടന്നത്. രണ്ട്, കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. അതും ശരിയാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 3, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതും ശരിയാണ്. ടിപ്പു സുൽത്താനുമായിട്ടുള്ളതാണ് കരാറ്. ഓപ്ഷൻ 1, ബി 2, 3. ഓപ്ഷൻ ബി ആണ് ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതും സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈക്കം സത്യാഗ്രഹം 1928. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം 1924 ആരംഭിച്ചത്. 25 നവംബർ വരെ ആയിരുന്നു. ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 28 എന്നുള്ളത് തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 അതും ശരിയാണ്. 1936 നവംബർ 12 ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ഡി, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസൻ്റെ നേതൃത്വത്തിലാണ് പാലക്കാട് വെച്ചത്. അതും ശരിയാണ്. ബി, സി, ഡി ശരി. ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം രാജാറാം മോഹൻ റോയ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് തെറ്റാണ്. രാജാറാം മോഹൻ റോയ് അല്ല, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്നാണ്. ശരി. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. അതും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. അന്നേരം 2, 3, 4 ശരി. ഓപ്ഷൻ ബി ആണ് ശരി. നാലാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? അന്നേരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ആൻസർ 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? G20 2023 ഇന്ത്യയിൽ വെച്ചായിരുന്നു, ഡൽഹിയിൽ വെച്ച്. 2023 ഡൽഹിയിൽ വെച്ചായിരുന്നു. 2022 ഇന്തോനേഷ്യയിലായിരുന്നു. 2022 ഇന്തോനേഷ്യ. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2022 ഇന്തോനേഷ്യയിലായിരുന്നു. 2024 നടക്കുന്നത്, 24 ബ്രസീലിലാണ് നടക്കുന്നത്. 2024 ബ്രസീലിലാണ് G20 ഉച്ചകോടി നടക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2023 ലോകകപ്പ് ക്രിക്കറ്റ് അതിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? ആൻസർ അറിയാം. ഓപ്ഷൻ എ 10 രാജ്യങ്ങൾ. വിന്നറായത് ഓസ്ട്രേലിയയാണ്. വിന്നറായത് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രന്ഥശാല പ്രവർത്തകനായ പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. പി.എൻ. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 1996 മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം. ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്നത്. ആൻസർ ഓപ്ഷൻ ഡി ഹോക്കിയിലാണ്. 2 പ്രാവശ്യമാണ് ഹോക്കിയിൽ കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയത്. ആദ്യം 1972 മാനുവൽ ഫെഡറിക്, അതും ഹോക്കിയിലായിരുന്നു. ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക്. രണ്ടാമത്തത് ശ്രീജേഷ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം. നമുക്കറിയാം നിവർത്തന പ്രക്ഷോഭം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടന്നു. സി കേശവനായിരുന്നു. നിവർത്തന എന്ന വാക്ക് I.C. ചാക്കോയുടേതാണ്. നിവർത്തന എന്ന വാക്ക്. ഇതുമായി ബന്ധപ്പെട്ട് 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിച്ചു. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഈസ്റ്റിംഗ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. ആൻസർ ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് അത് ഓട്ടോമാറ്റിക്കലി തെറ്റാണ്. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. ആൻസർ ശരിയാണ്. മൂല്യം രേഖപ്പെടുത്താറില്ല. അത് തെറ്റാണ്. 1, 3. ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി ഈസ്റ്റിംഗ്സ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണ്? ആൻസർ ചിനൂക്കിനെയാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത്. ഈ ഹർമാറ്ററിനെ ഡോക്ടർ എന്നറിയപ്പെടുന്നതാണ് ഹർമാറ്റർ. അതുപോലെ തന്നെ ഫെന്നിനെ അറിയപ്പെടുന്ന മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫെൻ.
ഓക്കെ, അന്നേരം 11ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ്? ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി എങ്കിൽ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? നമ്മൾ ഗ്രീനിച്ചിലെ സമയം വെച്ചിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്, 5.5 മണിക്കൂർ. ദെൻ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 6:30, രാവിലെ 6:30 ആയിരിക്കും ഗ്രീനിച്ചിലെ സമയം. ഇവിടെ ഉച്ചയ്ക്ക് 12 മണി ആണ് എങ്കിൽ ഗ്രീനിച്ചിൽ രാവിലെ 6:30 ആയിരിക്കും. 14ാമത്തെ ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ആൻസർ മാൻഡമസ്. നമുക്കറിയാം 5 റിട്ടുകളാണ്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, അതായത് ശരീരം ഹാജരാക്കുക. രണ്ടാമത്തത് മാൻഡമസ്, അതാണ് കൽപ്പന. 3 പ്രൊഹിബിഷൻ, നിർത്തിവെക്കുക, അതായത് കീഴ്ക്കോടതിയോട് നിർത്തിവെക്കാൻ പറയുക. കോ വാറണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തധികാരം, ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്തധികാരം എന്ന് ചോദ്യം ചെയ്യുന്ന. ലാസ്റ്റ് സെർഷ്യോററി, മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന ഉത്തരവാണ് സെർഷ്യോററി. അന്നേരം കൽപ്പന എന്നർത്ഥം വരുന്നത് മാൻഡമസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അത് വളരെ ശരിയാണ്. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു, കാരണം ഇവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, അതും ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? നാണ്യവിള പുകയില നാണ്യവിളയാണ്, കാപ്പി നാണ്യവിളയാണ്, കരിമ്പ് നാണ്യവിളയാണ്. ഇതിനകത്ത് ചേരാത്തത് ചോളമാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി, ചോളമാണ് നാണ്യവിള അല്ലാത്തത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. 18ാമത്തത്, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കൂട്ടാണ്. താലോലം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സയാണ്. ചിരി, കുട്ടികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത്, അതായത് കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾക്ക് ഡിപ്രഷൻ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ചിരി. താലോലം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സ. നിരാമയ എന്നത് അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്, അതാണ് നിരാമയ എന്നത് അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ആൻസർ 2100 കലോറിയാണ്. 2100 കലോറി. 20ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 1, സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. ആൻസർ ശരിയാണ്, സൗജന്യ നിയമസഹായം നൽകുക ശരിയാണ്. നിയമബോധം പ്രചരിപ്പിക്കുക, അതും ശരിയാണ്. 3, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക, അതും ശരിയാണ്. ഇതിൻ്റെ ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ടോൾ ഫ്രീ ആണ് 15100 ആണ് ടോൾ ഫ്രീ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആമുഖത്തിൽ അറിയാം ഇന്ത്യയെ ഒരു പരമാധികാരം, സോഷ്യലിസ്റ്റ്, പരമാധികാരം എയിലും ഉണ്ട്, ഒന്നിലും ഉണ്ട്, 3 പരമാധികാരം ഓക്കെയാണ്, സോഷ്യലിസ്റ്റ് ഓക്കെയാണ്, മതേതരത്വം അതും ഓക്കെയാണ്, ജനാധിപത്യം അതും ഓക്കെയാണ്, റിപ്പബ്ലിക് അതും ഓക്കെയാണ്. അന്നേരം ആൻസർ 3ാമത്തതാണ് ശരിയായത്, ഓപ്ഷൻ ബി, ഓൺലി ബി. അന്നേരം ഇന്ന് ആമുഖത്തിൽ പറയുന്നത് പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരം, ജനാധിപത്യം, റിപ്പബ്ലിക്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ 4A വരുന്നത്. 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. 1, രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ആൻസർ അത് ശരിയാണ്, തെറ്റാണ് നമ്മളത് ചോദിച്ചിരിക്കുന്ന തെറ്റ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. ഏത് പ്രായം, അന്നേരം അത് സെൻറ്റൻസ് തെറ്റാണ്. അന്നേരം 2 തെറ്റാണ്. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്, അതും തെറ്റാണ്. അന്നേരം 2ഉം 3ഉം തെറ്റ്. 2, 3 അന്നേരം ആൻസർ എ ആണ്. 2ഉം 3ഉം തെറ്റ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ 11 എണ്ണമാണ്. മൗലിക കടമകൾ നിങ്ങൾക്കറിയാം 11. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, അത് വളരെ ശരിയാണ്.
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്, അതും ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അത് തെറ്റാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കറുടെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കറുടെ നേതൃത്വത്തിലായിരുന്നു. അന്നേരം 1ഉം 2ഉമാണ് ശരി. അന്നേരം ആൻസർ ഓപ്ഷൻ സി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെയിം പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, അത് ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് വന്നതാണിത്, അതും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചകൾ സുതാര്യമായിരുന്നു, അതും ശരിയാണ്. അന്നേരം ആൻസർ ആൾ ദ എബവ് 1, 2, 3 ആൾ ദ എബവ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരി ഏത്? അർദ്ധ ഫെഡറൽ സംവിധാനം, അത് ശരിയാണ്. അർദ്ധ ഫെഡറൽ സംവിധാനം കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ശിഷ്ടാധികാരം, അതും അവിടെ നിന്ന് വന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ, അത് അയർലൻഡിൽ നിന്ന് വന്നതാണ്. നിർദ്ദേശക തത്വം അയർലൻഡ്. 1ഉം 2ഉം ആൻസർ ഓപ്ഷൻ ഡി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24 ആർട്ടിക്കിൾ 23, 24 വരുന്നതാണ് ചൂഷണത്തിനെതിരെ, അത് ശരിയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതും ശരിയാണ്. അത് 29, 30 വരുന്നതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, അത് തെറ്റാണ്. അന്നേരം 1ഉം 2ഉം ഓപ്ഷൻ എ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരി. 1, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്, ഇന്ത്യക്ക് ഔദ്യോഗിക മതം ഇല്ല, ആൻസർ തെറ്റാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഓക്കെയാണ്, ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു, അതും ശരിയാണ്. 2ഉം 3ഉം ശരി. 2, 3 ഓക്കെ, ഓപ്ഷൻ സി. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെയും ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ആൻസർ 1 ശരിയാണ്, അന്റോണിയോ. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്, അതും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി, അതും ശരിയാണ്. 45ലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. ആൾ ദ എബവ്, ഇത് മുഴുവനും ശരിയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് 2ാമത്തെ തവണയാണ് G20 ചോദിച്ചിരിക്കുന്നത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയാണ് ഇപ്പോൾ നടന്നത്, ഇന്ത്യയിൽ വെച്ച് ഡൽഹിയിൽ. 18ാമത്തെയാണ്, അത് സെൻറ്റൻസ് ശരിയാണ്. ന്യൂഡൽഹി ആയിരുന്നു ഉച്ചകോടി നടന്നതും, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്, അത് ആൻസർ തെറ്റാണ്. അന്നേരം 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ആൻസർ അറിയാം, ഓപ്ഷൻ ഡി, വിറ്റാമിൻ എ. 32ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഓപ്ഷൻ ബി, മലമ്പനിയാണ് ആൻസർ. 33, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പാൻക്രിയാസ്. 34, ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, വർഗീസ് കുര്യനാണ് നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3യിലെ റോക്കറ്റ് വനിത, ആൻസർ അറിയാം, ഓപ്ഷൻ ബി, ഋതു കരിതാളാണ് റോക്കറ്റ് വനിത അറിയപ്പെടുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. അതായത് ഹൈറ്റ് കൂടുമ്പം മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നു, ഇത് എന്തുകൊണ്ടാണ്? ആൻസർ അന്തരീക്ഷമർദ്ദം മുകളിലോട്ട് പോകുന്തോറും കുറയും, ഓക്കെയാണ്. രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുന്നു ആയതിനാൽ, അത് ആൻസർ ശരിയാണ്, ഓപ്ഷൻ എ ആണ് ശരി. 37ാമത്തെ ക്വസ്റ്റ്യൻ, അതിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക. അതായത് അദിശ അളവുകൾ താഴെ പറയുന്നതിൽ നിന്നും ഏതാണെന്ന് കണ്ടെത്തുക. അദിശ അളവ് എന്നത് ദിശ ചേർക്കാത്തത്, ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ. അദിശ അളവുകളുടെ താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ 1, 4. അതായത് സമയത്തിന് ആവശ്യമില്ല, അതേപോലെ തന്നെ വ്യാപ്തത്തിനും ദിശ ആവശ്യമില്ല. ഓക്കെ. 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഭാഗികമായി ലയിക്കുന്നത് ക്ലോറോഫോമാണ് ഭാഗികമായി ജലത്തിൽ ലയിക്കുന്നത്.
39 തന്നിരിക്കുന്ന മൂലകങ്ങളെ അവയുടെ അലോഹ സ്വഭാവത്തിൻ്റെ ആരോഹണക്രമത്തിൽ, ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലതിലോട്ട്, ഓക്കെ, ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക, ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. 40ാമത്തെ ക്വസ്റ്റ്യൻ. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട് കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് 3 പേർക്ക് പങ്കെടുത്തപ്പോൾ അതിൽ 2 പേർ അലക്സി യെക്കിമോവ്, ലൂയിസ് ഇ ബ്രൂസ് എന്നിവരെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ആരാണ്? കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് ചോദ്യം. ആൻസർ ഫ്രാൻസ് ആണ്. ആൻസർ ഫ്രാൻസ് ആണ് രാജ്യം.